ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ട് ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇത്ര നേരം വൈകിയത്. അപ്പോൾ അതേ നമ്മുടെ തമിഴ്ലൈനിൽ കണ്ട പോലെ നമ്മുടെ തൃശ്ശൂർ പൂരം സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അത്. പൂരമൊക്കെ കഴിഞ്ഞു, നമ്മുടെ എക്സിബിഷൻ പക്ഷേ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് തൃശ്ശൂർ പൂരത്തിൻ്റെയും എക്സിബിഷൻ്റെയും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ കുറച്ചധികം നാളായി ഞാനിതൊക്കെ എടുത്ത് വെച്ചിട്ട്, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര ലേറ്റായത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വായോ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സിബിഷൻ്റെ എൻട്രൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ എൻട്രൻസിന് മുന്നേ അതിൻ്റെ ചുറ്റുമുള്ള കച്ചവടക്കാരാണ് കേട്ടോ ഈ കാണുന്നത്. കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ബലൂണുകളും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ ഒരു ടിക്കറ്റിന് വരുന്നത് 40 രൂപയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റെല്ലാം കാണിച്ച് അതിൻ്റെ ഉള്ളിലോട്ട് കടന്നു. ഉള്ളിലോട്ട് കടക്കുമ്പം തന്നെ നമുക്ക് ആദ്യം കാണുന്നത് ഒരു വാട്ടർ ഫൗണ്ടേഷനാണ് കേട്ടോ. അതെല്ലാ പ്രാവശ്യവും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവാറ്. ഞങ്ങൾ പോയ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതൊരു ഹോളിഡേയും കൂടി ആയിരുന്നു, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പിന്നെ തൃശ്ശൂർ എക്സിബിഷന് എല്ലാ ദിവസവും അത്യാവശ്യം നല്ല തിരക്കുണ്ടാവാറുണ്ട്. പിന്നെ ആദ്യം കാണുന്ന ഷോപ്പാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ ബെഡ്ഷീറ്റ് പില്ലോ കവർ സെക്ഷനാണ് ഇത്. അപ്പോൾ അവിടെ ടുഡേയ്സ് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇന്നത്തെ ഓഫർ മാത്രമാണിതെന്ന്, പക്ഷെ നമ്മൾ എന്ന് പോയാലും ആ ബോർഡ് അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ട് അടുത്ത സെക്ഷനിലോട്ട് കടന്നു. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പിള്ളേർ സെറ്റിൻ്റെ സെക്ഷനാണ്. കുറേ ടോയ്സ് ഉണ്ട് അവിടെ. ടോയ്സ് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഫാൻസി ഐറ്റംസ്, ലേഡീസിന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കമ്മലുകൾ, മാലകൾ, പിന്നെ ക്ലിപ്പ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷേ എന്താ പറയുക, അൺഫോർച്ചുനേറ്റ്ലി ഭയങ്കര പൈസയാണ് കേട്ടോ. ഞാൻ അവിടെ കമ്മലുകൾക്കൊക്കെ വില ചോദിച്ചപ്പോൾ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ. ഇനി ചിലപ്പോൾ നമുക്കിങ്ങനെ വില പേശി നമ്മളിങ്ങനെ ബർഗെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റുമോയെന്നൊന്നും അറിഞ്ഞൂടാ. ഞങ്ങളപ്പോൾ ഒന്നും അവിടെ നിന്ന് വാങ്ങിച്ചൊന്നുമില്ല. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫർണിച്ചർ ഷോപ്പാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ അവിടേക്ക് പോകുമ്പോൾ അവിടെ ഇരിക്കാനൊക്കെ എനിക്കൊരു ടെൻഡൻസി വന്നു. പക്ഷേ അവിടെ ഈ നിൽക്കുന്ന ചേട്ടനാണോ, ആ ചേട്ടനെ നിൽപ്പ് കണ്ടപ്പോൾ ഞാൻ പിന്നെ ഇരിക്കാനൊന്നും പോയില്ല. നേരെ അവിടെ അടുത്ത സെക്ഷനിലോട്ട് പോയിട്ടാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെയായിരുന്നു അത്യാവശ്യം തിരക്കില്ലാത്തതും കുറച്ച് കൂളായിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയാനായിട്ട്. അപ്പം ഞങ്ങൾ ആ സെക്ഷനൊക്കെ കണ്ട് നെക്സ്റ്റ് ഷോപ്പിലോട്ട് പോയി. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചണിലോട്ട് വേണ്ട പ്ലേറ്റുകൾ, പാത്രങ്ങൾ ഒക്കെയുള്ള കടയായിരുന്നു കേട്ടോ അത്. അവിടെ കുറേ കത്തികളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കത്തി വാങ്ങാനായിട്ട് കുറേ പേര്, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എന്നാന്ന് എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ നല്ല കത്തികളായിരിക്കാം അവിടുത്തെ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പെട്ടെന്ന് ഓടിപ്പോകാനുള്ള പ്ലാനായിരുന്നു കേട്ടോ. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. കുഞ്ഞും കൂടി ഉള്ളത് കൊണ്ട് അവന് ഭയങ്കര സഫോക്കേഷനായിരിക്കുമല്ലോ. അവനിങ്ങനെ നടക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടാണ് നടന്നിരുന്നത്. പിന്നെ അവൻ്റെ ഡ്രസ്സും അത്ര ശരിയല്ലായിരുന്നു, ഭയങ്കര ചൂടെടുക്കുന്ന ഡ്രസ്സായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കുറേ നേരം നിന്നില്ല. എന്നാലും ഇതൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ തൃശ്ശൂർ ഇത്രയും വലിയൊരു എക്സിബിഷൻ വന്നിട്ട് നമ്മൾ പോയി കണ്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ കൊല്ലവും പോകാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓരോ ഷോപ്പുകളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കപ്പിൻ്റെയൊക്കെ വില നിങ്ങൾ കണ്ടല്ലോ. 6 കപ്പിന് 250 രൂപ, 100 രൂപ ഒക്കെയാണ്. കപ്പും എനിക്കൊരു വീക്ക്നെസ്സാണ്. ഞാൻ കുറച്ച് നേരം അതൊക്കെ നോക്കി ആസ്വദിച്ച് അവിടെ നിന്നു. പിന്നെ നെക്സ്റ്റ് ഷോപ്പ് എന്ന് പറയുന്നത് ഡ്രസ്സിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ. പക്ഷേ എനിക്ക് അവിടുത്തെ ഡ്രസ്സുകൾ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം എല്ലാം ഒരു പഴയ, എന്താ പറയുക, പൊടിയൊക്കെ പിടിച്ചിരിക്കണ പോലെ തോന്നി. പിന്നെ അവിടെ ബാർഗെയിനിങ് ഒന്നും നടക്കില്ല. ഫിക്സഡ് റേറ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് എല്ലാവരും നോക്കി പോകുന്നുണ്ട്. സാധനങ്ങളൊന്നും വാങ്ങണമെന്നൊന്നും കണ്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കടയിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത്. നമ്മുടെ ബാഗിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി, എന്താ പറയുക, നല്ല ഭംഗിയുള്ള ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ആ ഗ്രീൻ കളറിലുള്ള ബാഗിൻ്റെ വിലയൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര കോസ്റ്റ്ലിയാണ് കേട്ടോ. അവർ പറഞ്ഞത് 700+ ഒക്കെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം കാണാനൊക്കെ നല്ല അടിപൊളിയാണ്, ഭംഗിയുണ്ട്. നമുക്ക് പിന്നെ ക്വാളിറ്റി എത്രയുണ്ടെന്നൊന്നും നമുക്കറിയില്ല. പിന്നെ അപ്പോൾ വില കേട്ടപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഇത്രയും വിലയുള്ള ബാഗൊന്നും വാങ്ങിച്ചിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാനൊന്നും പറ്റുന്നില്ലല്ലോ. പിന്നെ നമ്മുടെ കൊലാപുരി ചെരുപ്പുകളുടെ സെക്ഷനാണ് ഇത്. അപ്പോൾ ഇവിടെ ഒരുപാട് ചെരുപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് വന്നിട്ട് അതിൻ്റെ ഭംഗി നോക്കലും ഇട്ട് നോക്കലും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും വേഗം ഓടി ഓടിപ്പോന്ന് നെക്സ്റ്റ് ഞങ്ങൾ എത്തിയത് മിഠായി കടയിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു 90s കിഡ്സിനൊക്കെ പെട്ടെന്ന് ക്ലിക്കാവുന്ന മിഠായികളാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. ഇതെവിടെ നിന്നാണ് ഇത്രയും വെറൈറ്റി മിഠായി അവർ ഈ കാലഘട്ടത്തിലും ഒപ്പിച്ചതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഒരുപാട് വെറൈറ്റി മിഠായികൾ ഞാൻ കണ്ടു കേട്ടോ. എനിക്ക് ഭയങ്കര നമുക്ക് എന്താ പറയുക, ഒരു കൗതുകമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം ഇത്രയും വെറൈറ്റി മിഠായികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ സംഘടിപ്പിച്ച് ഇങ്ങനെ വിൽക്കാൻ വെക്കുന്നുണ്ടെങ്കിൽ അത് അടിപൊളിയാണ്. അങ്ങനെ അതേ ഞങ്ങൾ മിഠായികളൊക്കെ നോക്കി. അപ്പോൾ ഒരു മിഠായി വേണമെന്നൊക്കെ ചോദിച്ചു കേട്ടോ. പക്ഷേ നമ്മൾ വാങ്ങിക്കാനൊന്നും പോയൊന്നുമില്ല. അങ്ങനെ മിഠായി എല്ലാം വാങ്ങിച്ച് കഴിഞ്ഞു. ഞങ്ങൾ നെക്സ്റ്റ് ഷോപ്പിലോട്ട് എത്തിയിട്ടാണ്. ഈ ഷോപ്പിലും നമ്മുടെ കുട്ടികൾക്ക് വേണ്ട ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ കീ ചെയിനുകളും കുഞ്ഞു കുഞ്ഞു പാവക്കുട്ടികളും അതുപോലെ പേന, പെൻസില്, അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ നേരം നിന്ന് നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്ത് വാങ്ങാനുള്ളൊരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടോ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് അങ്ങനെ കുറേ നേരമൊന്നും ഞങ്ങൾ നോക്കി നിന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്ത ഷോപ്പിലോട്ട് പോയി. അപ്പോൾ നിങ്ങൾ കണ്ടുവല്ലോ അടുത്ത ഷോപ്പിലത്തെ കാഴ്ചകൾ. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കുറേ കത്തികളും അതേപോലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൊരു കടയാണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു നഴ്സറിയുടെ ചെറിയൊരു ഷോപ്പാണ്. അപ്പോൾ അവിടെ സീഡ്സൊക്കെ വെച്ചിട്ടുണ്ട് വിൽക്കാനായിട്ട്. ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ടു. അവിടെ ഒന്നും പിന്നെ അധികം തിക്കും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി നെക്സ്റ്റ് ഷോപ്പിൽ കയറി. അപ്പോൾ ഇവിടെ ഒരു മുൾട്ടാനി മിൽക്ക് ടീയുടെ അതുപോലെ ഒരു പുൽത്തൈലം നമ്മുടെ ഒരു ആയുർവേദിക് ടച്ചുള്ളൊരു ഷോപ്പായിരുന്നു കേട്ടോ അത്. ആ ഷോപ്പിലും വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് ഷോപ്പിൽ പോയി. ഇതൊരു അലുവക്കടയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരുവിധം എല്ലാ അലുവകളും ആ ചേട്ടന്മാർ നമുക്ക് മുറിച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞ് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ ജിസ്നാൻ്റെ കയ്യിലിരുന്നത് ഗ്രീൻ ചില്ലിയുടെ ഒരു അലുവയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുഞ്ഞിന് കൊടുക്കല്ലേ എന്നാണ് ഈ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ അലുവയൊക്കെ ടേസ്റ്റ് ചെയ്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടത് എള്ളിൻ്റെ ഒരു അലുവയായിരുന്നു കേട്ടോ, ഒരു ബ്ലാക്ക്. അപ്പോൾ ഞങ്ങൾ അത് കുറച്ച് അവിടെ നിന്ന് മേടിച്ച് ഞങ്ങളെല്ലാ കൊല്ലം അവിടെ നിന്ന് വാങ്ങാറുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഫ്ലേവേഴ്സുള്ള അലുവകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എള്ളിൻ്റെ അലുവയൊക്കെ മേടിച്ച് അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു കേട്ടോ. കാരണം ഏകദേശം ഞങ്ങൾ പോയപ്പോൾ തന്നെ ഒരു 8:30 ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ എക്സിബിഷൻ്റെ ഉള്ളിലോട്ട് കയറിയത് തന്നെ. അങ്ങനെ കയറി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 8:30 നമ്മുടെ എൻട്രി അവസാനിപ്പിക്കേണ്ടതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റി. പിന്നെ ഒരു 11 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങിയിട്ട്. പക്ഷേ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ചേട്ടൻ വായു എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് കയറ്റിയതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾക്കൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അയാൾ അത്രയും നിർബന്ധിച്ചതുകൊണ്ട് കയറിയിട്ട്. അതൊരു മസാജ് എന്നൊരു മിഷ്യൻ്റെ കാര്യമാണ് കേട്ടോ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം ചെയ്യണം. ഇത് നമ്മുടെ ഹെഡിലേക്ക് പോകുന്ന നരമ്പാണ്. ഇവിടെ ചെയ്തതിന് ശേഷം വേറെ അറ്റാച്ച്മെൻറ്റ് കൊണ്ട് അവിടെ ചെയ്യുമ്പോൾ നമുക്ക് മൈഗ്രെയിൻ നല്ല മാറ്റം ഉണ്ടാകും. അതാണ് സിസ്റ്റം. ചെയ്തതിൻ്റെ ഒന്ന് അറിയാൻ വേണ്ടി സാറേ 2 കൈ നടക്കാൻ ചെയ്താൽ റേറ്റ് തെറാപ്പി സെൻ്ററിലൊക്കെ ഇതിന് MRP വിലയാണ്. അവിടെ 20 മിനിറ്റ് ഇതുപോലെ ചെയ്യുന്നതിന് 700 രൂപ ഫീസാണ്. ഇവിടെ ഇപ്പം നമുക്കത് 500 വിലയാണ്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 500 രൂപ വെച്ച് ബുക്ക് ചെയ്തിട്ടാലും മതി, വീട്ടിൽ കൊടുത്തരും. ബാക്കി 3000 രൂപ അവിടെ നിന്ന് കൊടുത്താൽ മതി. 7 അറ്റാച്ച്മെൻറ്റ് 3 വർഷം വരെ ഗ്യാരണ്ടി അങ്ങനെ ആ ചേട്ടൻ്റെ ക്യാൻവാസിന് തല വെച്ച് കൊടുക്കാതെ ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് ഓടിപ്പോന്നു കേട്ടോ. കുറേ നേരം ആ ചേട്ടൻ 500 രൂപ കൊടുത്ത് ബുക്ക് ചെയ്താൽ മതി, 2 മാസത്തിനുള്ളിൽ പൈസ അടച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. 3000 രൂപ അങ്ങോട്ടാണ് പറഞ്ഞത്. അതിന് കുറേ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചേട്ടൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി അവിടെ നിന്ന്. അങ്ങനെ ഞങ്ങൾ ചെന്നത് നേരെ ഒരു പപ്പടം ഷോപ്പിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ കുഞ്ഞേ പപ്പടങ്ങൾ വെറൈറ്റി ഒരുപാട് പലതരത്തിലുള്ള പപ്പടങ്ങളും അച്ചാറുകളും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളതെല്ലാം കണ്ട് നെക്സ്റ്റ് ഷോപ്പിലെത്തിയിട്ട് ഈ കടകളിലൊന്നും വലിയ തിരക്കില്ല. നമ്മുടെ കുത്താമ്പുള്ളിയുടെ ഖാദിയുടെ ഒക്കെ ഐറ്റംസുകളുള്ളൊരു കടയാണ് കേട്ടത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നേരെ
അടുത്ത ഷോപ്പിലോട്ട് പോയി. അടുത്ത ഷോപ്പെന്ന് പറയാനായിട്ടുള്ളത് നമ്മുടെ ഐസ്ക്രീം ഷോപ്പാണ്. പക്ഷേ എനിക്കും കുഞ്ഞിനും നല്ല ചുമയുള്ളതുകൊണ്ട് ഐസ്ക്രീം കിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായതുകൊണ്ടും ഞങ്ങൾ പിന്നെ അധികം നേരം അവിടെ നിന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ ഷോപ്പിലോട്ട് പോയിട്ട് അവിടുത്തെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കുറേ കുപ്പികൾ നമ്മുടെ കിച്ചണിലോട്ടൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ പലതരത്തിലുള്ള വെറൈറ്റി കുപ്പികളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം നടന്ന് കണ്ട് ഞങ്ങളൊരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിച്ച് കഴിച്ച് നേരെ ചെന്ന് നമ്മുടെ അച്ചാർ കടയിലേക്കാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വായിൽ നമുക്ക് വെള്ളം വരും. അത്രയ്ക്കും അടിപൊളി ഒരുപാട് വെറൈറ്റി ടൈപ്പുള്ള അച്ചാറുകൾ അവിടെ ഉണ്ട് കേട്ടോ. രാജസ്ഥാനി അച്ചാറുകൾ എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. വായിൽ വെള്ളം ഇറങ്ങുന്നുണ്ട് ഇപ്പോഴും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു ഫ്ലവർ ഷോപ്പിലോട്ടാണ് കേട്ടോ എത്തിയത്. ഒരുപാട് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെ ഉള്ള ഒരു ഷോപ്പാണ് കേട്ടത്. അവിടെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ചെറിയ ഒരു പോട്ടിന് 50 രൂപയാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മുടെ വീട്ടിൽ ടേബിൾസിലും അതേപോലെ റൂമിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കളർഫുള്ളുമാണ്, കാണാനും നല്ല ഭംഗിയില്ലേ. എനിക്കെല്ലാം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ പ്ലാന്റ്സൊക്കെ കാണാൻ ഇഷ്ടമാണ്. കാരണം നമുക്കിങ്ങനെ ഇതിനൊന്നും അധികം നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ടല്ലോ. കാരണം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ജസ്റ്റ് നമുക്ക് വാഷബിളും ആണ്. പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തട്ടിക്കൊടുക്കാം അല്ലെങ്കിൽ വാഷ് ചെയ്യാം. അങ്ങനത്തെയൊക്കെ ഒരു ഐറ്റംസാണ് കേട്ടോ. അങ്ങനെ ദേ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ വീണ്ടും എക്സിബിഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. ഹാവൂ, ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ സമാധാനമായത്. കാരണം അതിൻ്റെ ഉള്ളിൽ നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. അതെ, ഇനി ഇതേ എക്സിബിഷൻ്റെ പുറത്തെ കാഴ്ചകളാണ് കേട്ടോ. പുറത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പുകളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പുറത്ത് ഒരുപാട് പിള്ളേർക്ക് പറ്റിയ റൈഡുകളും, പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും പറ്റിയ റൈഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ദേ ഞങ്ങൾ 1-2 റൈഡിലൊക്കെ കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞോന് ഇത് കണ്ടപ്പോൾ ഇതിൽ കയറണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവന് നല്ല പേടിയാണ് കേട്ടോ. എന്നാലും ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഈ റൈഡിലൊക്കെ കയറാറുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അവനെ കൊണ്ടുപോയിട്ട് അവൻ കരഞ്ഞൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ലപോലെ അവിടെ ഇരുന്നു. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ളൊരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇതാണ് കുറേ റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അത്യാവശ്യം നല്ല പൈസയും ഉണ്ട് കേട്ടോ. സാധാരണ എക്സിബിഷനൊക്കെ പറയുമ്പോൾ എല്ലാവരും കയറുമല്ലോ, അതുകൊണ്ടായിരിക്കും അത്രയും റേറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഫുഡ് കോർട്ടും അങ്ങനെ ബജിക്കട അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പം ഞങ്ങളിത് റൈഡിൽ കയറാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം അവൻ പറഞ്ഞു എനിക്ക് ട്രെയിനിൽ കയറണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ഇത്തിരി ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ കയറണ്ടെന്ന് പറഞ്ഞു കേട്ടോ. കാരണം ഇത് ചിലപ്പോൾ കുറേ പിള്ളേരുകളുണ്ട്, എങ്ങാനും വല്ല കയ്യും കാലെങ്ങാനും തല്ലി വീണാലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അതിൽ കയറണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ട്രെയിനിലാണെങ്കിൽ നമുക്കൊരാൾക്ക് കൂടി ഇരിക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ട്രെയിനിൽ പോവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു പിള്ളേർക്ക് മാത്രം ഇരിക്കാൻ പറ്റിയ ട്രെയിനാണ് കേട്ടോ. പക്ഷേ നമുക്കിപ്പോൾ ഇവൻ വേണമെങ്കിൽ ചെറുതായി നമുക്ക് പാരൻസിനും കൂടെ കയറാം. അപ്പം ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് കേട്ടോ കയറിയത് ഇപ്രാവശ്യം. സാധാരണ ഞാനും അവനും മാത്രമേ കയറുള്ളൂ. ഇപ്രാവശ്യം ഞങ്ങൾ 3 പേരും കൂടി കയറിയിട്ടാണ്. അപ്പോൾ അധികം നേരം ഒന്നുമില്ല, ഒരു 5 മിനിറ്റ് ഹോണൊക്കെ അടിച്ച് പിള്ളേരുടെ ഒരു ഹാപ്പിനെസ് അത്ര തന്നെ. അപ്പം ഞങ്ങൾ അതിലൊക്കെ കയറി. അതിൽ കയറിയപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. അവന് ഭയങ്കര സന്തോഷമായിട്ട് ട്രെയിനിൽ കയറിയപ്പോൾ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അടുത്ത റൈഡിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാ റൈഡിലും കയറാനായിട്ട് അത്യാവശ്യം നല്ലപോലെ നമ്മൾ ക്യൂ നിൽക്കണം കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അധികം തിരക്കില്ലാത്തതും പിന്നെ ഇവനും കൂടി ഇരിക്കാൻ പറ്റിയൊരു റൈഡ് സെലക്ട് ചെയ്തിട്ട്, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതേ റൈഡിൽ ഇരുന്നാണ് അവൻ ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതിൽ കയറിയിട്ട് ഞങ്ങൾ 2 പേരും കൂടി ഇതിൽ കയറി ആദ്യത്തെ 1-2 റൗണ്ട് കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെയാണ്, കുഴപ്പമില്ല. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചേട്ടൻ സ്പീഡ് കൂട്ടി. അപ്പോൾ ദൈവൻ്റെ കിളിപ്പോൾ ഇവൻ ഭയങ്കര കരച്ചിലായിട്ടാണ്. അങ്ങനെ ആ റൈഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. പെട്ടെന്ന് തന്നെ ഇവൻ്റെ കരച്ചിൽ കേട്ടിട്ട് അവർ നിർത്തി. പിന്നെ അധികം ആൾക്കാരും അതിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വേറെ ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. ഞങ്ങളും വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് പെട്ടെന്ന് തന്നെ. ആൾക്ക് ഭയങ്കരമായിട്ട് പേടിയായി. ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇറക്കത്തിലേക്ക് പോകുമ്പോൾ അവൻ ഭയങ്കരമായിട്ട് പേടിച്ച് കയറാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വേറെ റൈഡിലും കാര്യങ്ങളിലൊന്നും കയറാനൊന്നും പോയില്ല. കാരണം അത്യാവശ്യം ഞങ്ങളെല്ലാവരും നന്നായി ടയേർഡായിരുന്നു. കാരണം കുറേ നടക്കാനുണ്ട്. എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. കുറേ നടന്നും അതുപോലെ കുറേ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് നമുക്ക്. പിന്നെ അവന് ആകെ വയ്യാണ്ടായി, പിന്നെ വിശന്നൊക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് അവിടെ കുറേ ചായക്കട, ബജിക്കട അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പുറത്തേക്കുള്ള വഴിയാണ് കേട്ടോ. ഇനി പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് കുറേ കാഴ്ചകൾ ഇനിയും ഉണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മുടെ ISROൻ്റെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ.
പക്ഷേ അതൊക്കെ ഓൾറെഡി ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. കാരണം സമയം നന്നായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, സമയം നന്നായി നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റിയില്ല. എല്ലാ വട്ടവും പോകുമ്പോൾ നമ്മളെല്ലാം കണ്ടിട്ട് തന്നെ ഇറങ്ങാറുള്ളൂ. ഇപ്രാവശ്യം നമ്മൾ നേരം വൈകിട്ടാണ് വന്നത്. അതാണ് ചിലതിലൊന്നും കയറാൻ പറ്റാനത്. പിന്നെ ഇതേ ഇവിടെ ഒരു ചെറിയൊരു ഹാള് പോലെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ പ്രോഗ്രാംസും ഗാനമേള, അതുപോലെ പിള്ളേർ ഡാൻസ്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാറുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോൾ 9:30-10 മണി വരെ മാക്സിമം ഉണ്ടാവുള്ളൂ. ഞങ്ങൾ 10 മണിക്ക് കഴിഞ്ഞു ഇറങ്ങാൻ നേരം ആയപ്പോഴത്തേക്കും. പിന്നെ ഇതിവിടെ കുറേ സ്റ്റാളുകളുണ്ട്. അപ്പോൾ ആ സ്റ്റാൾസൊക്കെ ഓൾറെഡി ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എക്സിബിഷന് പോയി നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിലൊരു കുന്ന് നോട്ടീസ് ഉണ്ടാവും. കാരണം ഇവരെല്ലാവരും നമുക്കിങ്ങനെ ഇവരുടെ പരസ്യത്തിൻ്റെ നോട്ടീസ് നമുക്ക് തരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ കയ്യിലൊരു കുന്ന് പേപ്പർ ഉണ്ടാവും. അതേ ഇവിടെയൊക്കെ ഓൾറെഡി ക്ലോസ്ഡ് ആയിട്ടാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം വേഗം ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് കയറേണ്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓഷ്യൻ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ കടലിൻ്റെ ഇടയിലത്തെ കാഴ്ചകൾ, അത് സംഭവം അടിപൊളിയായിരുന്നു. പക്ഷേ അതിന് സെപ്പറേറ്റ് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 100 രൂപ അങ്ങോട്ടാണ് കേട്ടോ. പക്ഷേ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ അവരെന്തോ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പൂരം എക്സിബിഷൻ 2025 വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എക്സിബിഷന് പോകാത്തവരൊക്കെ പോയിട്ട് കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക കേട്ടോ. പിന്നെന്താ, അപ്പം ഞങ്ങൾ എക്സിബിഷനൊക്കെ കണ്ടു. ഇനി എക്സിബിഷൻ മാത്രം കണ്ടാൽ പോരല്ലോ, നമ്മൾ തൃശ്ശൂർ പൂരം കൂടി കാണണ്ടേ. അങ്ങനെ ഇത് തൃശ്ശൂർ പൂരത്തിൻ്റെ നമ്മുടെ പന്തലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പകലൊന്നും പൂരത്തിന് പോകാൻ പറ്റില്ല, കാരണം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ രാത്രി ഞങ്ങൾ കുറച്ച് നേരം പോയിട്ട് പൂരമൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് പോന്നു കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പൂരവിശേഷങ്ങൾ. പൂരം കഴിഞ്ഞെങ്കിലും എക്സിബിഷൻ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ പോവാത്തവരൊക്കെ പോയി കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.